4 മാസത്തെ വ്രതത്തിന് വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രസ്വാമി പ്രവർഷണഗിരിയിൽ കഴിഞ്ഞു. ആ വർഷകാലം കഴിഞ്ഞുകൂടിയിട്ടും സുഗ്രീവൻ ആദ്യമേറ്റതുമാതിരി സീതാദേവിയെ കണ്ടെത്താനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ അതിയായിട്ടുള്ള ദുഃഖമുണ്ടായി. ഈ ദുഃഖം ഭഗവാൻ ഒരു പ്രാകൃതനെ മാതിരി കരഞ്ഞു തീർക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഭഗവാൻ ദുഃഖം അനുഭവിക്കുന്നില്ല. സുഖവും ദുഃഖമില്ലാത്ത ആ പരമാനന്ദ സ്വരൂപത്തിന് ആനന്ദത്തിൽ മാത്രം ഒഴുകിയിരിക്കണം ആ ഭഗവാന് ഇതൊന്നും ബാധിക്കുന്ന വിഷയമല്ല. ഭഗവാൻ അറിയാം ഇത് യോഗമായാദേവിയാണ്, രാവണവധത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ രചിച്ചിട്ടുള്ള ലീലയാണിത്. എന്നാലും ലോകർക്ക് വിശ്വാസമുണ്ടാവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു പ്രാകൃതനെ മാതിരി ദുഃഖത്തെ അഭിനയിച്ചു. ആ സമയത്ത് ഭഗവാന്റെ ദുഃഖം കണ്ടിട്ട് സഹിക്കാണ്ട് ലക്ഷ്മണൻ സുഗ്രീവൻ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് തൻ്റെ ചാപബാണങ്ങൾ എടുത്ത് തയ്യാറായി. ഭഗവാൻ പറയുന്നുണ്ട്, ഒന്ന് കാര്യം തിരക്കി വരൂ. സുഗ്രീവനും കൃതഘ്നൻ എത്രയേ എന്ന് ഭഗവാൻ ചിന്തിക്കുന്നുണ്ട്. നന്ദിയില്ലാത്തവൻ എന്ന് ചിന്തിച്ചു. ഭഗവാന്റെ ഈ വാക്കുകൾ കൂടി കേട്ടപ്പോൾ ലക്ഷ്മണൻ ആകെ ക്രുദ്ധനായിട്ട് സർവ്വപ്രപഞ്ചത്തെയും നശിപ്പിക്കാനുള്ള ക്രോധത്തോടു കൂടിയിട്ട് കിഷ്കിന്ധാപുരിയിലേക്ക് നടക്കുക. ഈ കാര്യം ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമി ഇതിനു മുന്നേ സുഗ്രീവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കൽ. ഉപകാരത്തെ മറക്കുന്നവൻ, ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തെ മറന്ന് തൻ്റെ സുഖത്തിൽ മാത്രം അഭിരമിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ജഡത്തിന് കണക്കാണ്. അതുകൊണ്ട് നീ ഏറ്റ കാര്യം നീ എന്തായാലും ചെയ്യണം. ഹനുമാൻ സ്വാമിയിൽ നിന്ന് ഈ ഉപദേശം കിട്ടിയപ്പോൾ സുഗ്രീവൻ ദേവിയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നാനാദിക്കിൽ നിന്നും വാനരന്മാരെ വരുത്താൻ അറിയിച്ചു. അതിനൊക്കെ ശേഷമാണ് ലക്ഷ്മണൻ സുഗ്രീവനെ പാഠം പഠിപ്പിക്കാൻ വരുന്നത്. ഇത് കണ്ടപ്പോൾ താരയാണ് സുഗ്രീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത്. താര വന്നിട്ട് പറഞ്ഞു, വാനരന്മാരുടെ സ്വഭാവമാണ് മൗഢ്യം എന്നുള്ളത്, വാനര സ്വഭാവമാണ്. ആ വാനര സഹജമായിട്ടുള്ള സ്വഭാവം കൊണ്ട് സുഗ്രീവനെ കൃതഘ്നനെന്ന് അങ്ങ് തെറ്റിദ്ധരിക്കരുത്. സുഗ്രീവൻ സദാ രാമകാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നും തയ്യാറാണ്, രാമനാമം മാത്രമാണ് ആ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞു. വന്ന് നിരനിരയായിട്ട് നിന്നിട്ടുള്ള വാനരന്മാരെ ഓരോരുത്തരെ കാണിച്ചു കൊടുത്തു. ഇനി ഓരോരുത്തരെയായിട്ട് സീതാന്വേഷണത്തിന് അയക്കുകയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിക്ക് സീതാന്വേഷണത്തിനായിട്ട് തയ്യാറായിട്ട് വന്നിട്ടുള്ള വാനരന്മാരെ ഓരോരുത്തരെ പരിചയപ്പെടുത്തുകയാണ്. ആ വാനരന്മാരുടെ മഹിമ പറയുകയാണ്. ഗജതുല്യ ശരീരികളുണ്ട്, ആനയുടെ തുല്യമായിട്ട് ശരീരമുള്ളവർ, ബലമുള്ളവർ, 10 ഗജത്തിൻ്റെ ബലമുള്ളവരുണ്ട്. 1 2 അല്ല, 10 ഗജത്തിൻ്റെ 10 ആനകളുടെ ശക്തിയുള്ളവന്മാരുണ്ട്. ശൈലസമാനമായിട്ടുള്ള ദേഹമുള്ളവരുണ്ട്, സ്വർണത്തിൻ്റെ നിറമുള്ളവരുണ്ട്, ഇച്ഛയ്ക്കനുസരിച്ച് രൂപം മാറ്റാൻ കഴിയുന്നവരുണ്ട്. അങ്ങനെ കേമന്മാരായിട്ടുള്ള അദ്വിതീയന്മാരായിട്ടുള്ള അനേകായിരം വാനരന്മാർ അങ്ങയുടെ കാര്യത്തിന് വേണ്ടി രാമകാര്യാർത്ഥമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാറ്റിനും ഉപരി സർവദാ മനസ്സിൽ രാമനെ തന്നെ ഉറപ്പിച്ചവരാണ് ഇവരെല്ലാവരും. ഇവരുടെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചവരാണ് എന്ന് പറഞ്ഞു സുഗ്രീവൻ. സുന്ദരിയായിട്ടുള്ള സീതാദേവിയെ അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന ദിശകളിലേക്ക് പോകണം എന്ന് ഓരോരുത്തരെ ചട്ടം കെട്ടി. ആ വന്നവരിൽ പ്രമുഖരായിട്ടുള്ള വാനരന്മാർ കുറച്ച് പേരുടെ പേര് പറഞ്ഞു. സുഷേണനുണ്ട്, നീലനുണ്ട്, ഗജനുണ്ട്, ഗവാക്ഷനുണ്ട്, നളനുണ്ട്, അങ്കദനുണ്ട്, ഹനുമാൻ സ്വാമിയുണ്ട്, ഹനുമാൻ സ്വാമിയുടെ പിതാവായിട്ടുള്ള കേസരിയുണ്ട്, വിവിധനുണ്ട്. അങ്ങനെ ധാരാളം വാനരന്മാരുടെ പേര് പറഞ്ഞു. ആ കൂട്ടത്തിൽ വൃക്ഷരാജനായിട്ടുള്ള ജാമ്പവാൻ, വളരെ പ്രസിദ്ധനായിട്ടുള്ള ജാമ്പവാനിയും കാണിച്ചു കൊടുത്തു. സർവ്വവൃക്ഷങ്ങളുടെയും അധിപതിയാണ് ഇദ്ദേഹം അങ്ങയുടെ കാര്യത്തിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഓരോരുത്തരെയും 100,000 പേരെ വെച്ചിട്ട് ഓരോ ദിശയ്ക്കും അയച്ചു. ആ 100,000 പേര് ഓരോ ദിശയിലും പോകുന്നതിൽ ഹനുമാൻ സ്വാമി അടക്കമുള്ള എണ്ണം പറഞ്ഞ ചിലർ ദക്ഷിണദിക്കിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞു. അങ്കദാൻ ഉണ്ട്, ജാമ്പവാൻ, മൈന്ദൻ, വിവിധൻ, തുങ്കൻ, നളൻ, സുഷേണൻ, ഹനുമാൻ സ്വാമി, ഇത്രയും പേര് എന്തായാലും ദക്ഷിണദിക്കിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞു. കാരണം ദക്ഷിണദിക്കിലേക്കാണ് ദേവിയെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ള വിവരം ഭഗവാന് ശബരിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, ജടായുവിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ദേവിയുടെ സ്ഥാനം ദക്ഷിണദിക്കിലായിരിക്കും എന്നുള്ള ഒരു ധാരണയുണ്ട്. എന്നാലും എല്ലാ ദിക്കിലേക്കും അന്വേഷിക്കാൻ ആളുകൾ പോകണം, ഒരു ദിക്ക് പോലും വിട്ടുപോകരുത്. ആ കണക്കിലാണ് എല്ലാവരെയും 4 ദിക്കിലേക്ക് വിടുന്നത്. അതിൽ തന്നെ ഏറ്റവും കേമന്മാരായിട്ടുള്ളവരെ ദക്ഷിണ ദിക്കിലേക്ക് അയച്ചു. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, 30 നാൾ മാത്രമേ സമയമുള്ളൂ, നിങ്ങൾക്ക് 30 നാൾ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ദേവിയെ പറ്റിയുള്ള വൃത്താന്തം കൃത്യമായിട്ട് കണ്ടുപിടിച്ച് വരണം. അല്ലാത്ത പക്ഷം എല്ലാവരും മൃത്യുവിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊള്ളൂ എന്ന് പറഞ്ഞു. എല്ലാവർക്കും മരണശിക്ഷ കിട്ടും. കടുത്ത താക്കീത് തന്നെ കൊടുത്തു. അങ്ങനെ ഭഗവാന്റെ കാര്യത്തിനായിട്ട്, സീതാന്വേഷണത്തിനായിട്ട് ഓരോരുത്തരെയും ചുമതലപ്പെടുത്തി. അങ്ങനെ ഭഗവാന്റെ കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിട്ട് വന്നിട്ടുള്ള ആ വാനരന്മാരെ മനസ്സിൽ സ്മരിക്കുന്നു. സർവ്വപ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രസ്വാമിയെ, മര്യാദാപുരുഷോത്തമനെ, ലക്ഷ്മണാഗ്രജനെ, സീതാസമാരോപിതമായിട്ടിരിക്കുന്ന ആ രൂപത്തെ സദാ മനസ്സിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് നിർത്താം.